ചെയ്യാൻ പോകുന്നത്, അതായത് ആമസോണിൽ നമ്മളിപ്പോൾ സാധനം പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇൻവോയ്സ് ആവശ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള പേജാണ് വരിക. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് ചിലപ്പോൾ ഇവർ ഹോൾഡ് ചെയ്ത് വെക്കും, ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ഇൻവോയ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ഈ മെസ്സേജ്, ഇവരുടെ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ മെസ്സേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, അവരുടെ ആ പേജിലേക്ക് വരും. പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ പേജ് ഉണ്ടാവുക. ക്യാൻ യു പ്രൊവൈഡ് മൈ ഇൻവോയ്സ് ഫോർ ദ ഓർഡർ നമ്പർ. ഇതിന് മുമ്പുള്ള റിക്വസ്റ്റൊക്കെ കണ്ടില്ലേ, പ്ലീസ് പ്രൊവൈഡ് ഇൻവോയ്സ് ഫോർ ഇന്നേ പേരിൽ ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് ഞാൻ അവളുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസാണത്. അപ്പോൾ രണ്ടാമത്തെ ഈ ജോയ് എന്ന് പറയുന്ന ആളാണ് ഇതിലേക്ക് ഇൻവോയ്സ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ യു പ്രൊവൈഡ് മൈ ഇൻവോയ്സ് നമ്പർ. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഒന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് കോണ്ടാക്ട് ജോയ് ഡൗൺ ടൗൺ ദുബായ് അവിടെ നിന്നൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഒരു ഇൻവോയ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മളുടെ ഇൻവോയ്സിൻ്റെ സെല്ലർ നമ്മളുടെ ആപ്ടെക്കിൻ്റെ ഇൻവോയ്സ് ചെയ്യുന്ന പേജിലേക്ക് പോവുക. ഇൻവോയ്സ് സോഫ്റ്റ്വെയറിൽ പോകുന്നു, എന്നിട്ട് ട്രാൻസാക്ഷൻ കൊടുക്കുന്നു, കൊട്ടേഷൻ കൊടുക്കുന്നു. ഇതിൽ ആമസോൺ അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആമസോൺ കസ്റ്റമർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് പേര് പറഞ്ഞ സ്ഥലത്ത് ആ പേര് വെച്ച് കൊടുക്കുക, അല്ലാത്തവർക്ക് ആമസോൺ കസ്റ്റമർ എന്നിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിൽ ഇൻവോയ്സ് സാധാരണ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്ന പോലെ തന്നെ എന്താക്കുക, ഇൻവോയ്സ് ചെയ്യുക. ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ നമ്പർ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡർ നമ്പർ എവിടെയുള്ളത്, ഇതാണ് ഓർഡർ നമ്പർ എന്ന് കൊടുക്കുക. ഇങ്ങനെ ഓർഡർ ഐറ്റം എന്നിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടി ട്രാൻസ്ഫോമർ. ഓക്കെ, അത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. എത്രയാണ്, 38 dirhams അല്ലേ. 38 dirhams കൊടുത്തത്. അതിൻ്റെ എന്നിട്ട് അതിൻ്റെ ഷിപ്പിങ്ങിൻ്റെ അതിൽ ഇൻവോയ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻവോയ്സ് ആക്കി. ഇതുകൊണ്ട് ഇൻവോയ്സിലേക്ക് വന്ന് ഇൻവോയ്സിലേക്ക് നമ്മൾ എന്താക്കി, ഇൻവോയ്സ് PDF ആക്കി എടുത്തു. ഇനി ഇവിടുന്ന് ആ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് തന്നെ ഇവരുടെ മെസ്സേജിലേക്ക് തന്നെ കൊണ്ടുവരിക. അതായത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കൊണ്ടും ഇതിലേക്ക് വരിക. എന്നിട്ട് താഴത്ത് സെൻഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അറ്റാച്ച് കൊടുക്കുക. ഡൗൺലോഡിൽ അറ്റാച്ച് കൊടുക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചിലപ്പം നമ്മൾ കസ്റ്റമർ ഡയറക്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ഇങ്ങനെ കാണാൻ പറ്റും. പ്രോസസ്സിങ് ഇതിപ്പോൾ നാളത്തേക്ക് 24 hours കൊണ്ട് ഇത് റെഡി ആവുമായിരിക്കും. ഇങ്ങനെയുള്ള മെസ്സേജ് വരും. താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് ആമസോൺ ആപ്ടെക് സ്റ്റോർ ആൻഡ് സെൻഡിങ് ടു യുവർ കൺട്രി. ഓക്കെ, ഇത്രയും സംഭവമാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഓൾറെഡി അത് കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക. അതിപ്പം സബ്മിറ്റ് ആയതിനു ശേഷം അതിൽ നമുക്ക് എന്താവും, മെയിലിലേക്ക് ചിലപ്പോൾ മെയിൽ വന്നിട്ട് ഓൾറെഡി മെയിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെസ്സേജ് നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത് മറക്കാതെ, ഇങ്ങനെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ.